മലപ്പുറത്ത് അതിശക്തമായ മഴ പല മേഖലയിലും തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ മഴ പെയ്യും എന്നാണ് ഇതുവരെ പുറത്തുവന്നിരിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത്. അരുൺ അമൃതനാഥുണ്ട്. അരുൺ, അവിടുത്തെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിൽ അപകടകരമായ രീതിയിൽ ഏതെങ്കിലും മേഖലയിൽ മഴ പെയ്യുന്നുണ്ടോ? അപകടകരമായ രീതിയിൽ മഴ കെടുതിയുണ്ടോ? എവിടെ നിന്നെങ്കിലും ഇപ്പോൾ നിലമ്പൂരടക്കമുള്ള ഒറ്റപ്പെട്ട ഒട്ടേറെ മേഖലകളുള്ള സ്ഥലമാണല്ലോ നിലമ്പൂരും പരിസരവും. അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ടോ? രതീഷ്, നിലവിൽ ജില്ലയിൽ അങ്ങനെ മഴക്കെടുതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ മഴ ഇങ്ങനെ തുടരാതെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വരുന്ന നിലമ്പൂർ മേഖലയിൽ നിന്ന് രതീഷ് ചോദിച്ചതുപോലെ തന്നെ വരുന്ന ഒരു വാർത്ത, അതായത് പുന്നപ്പുഴ, ഈ വയനാട് ദുരന്ത സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധയാർച്ച മേഖലയാണ്. ആ മേഖലയിലായിരുന്നു ഈ മൃതദേഹങ്ങളൊക്കെ വന്നത്. ഈ പോത്തുകൽ പ്രദേശത്ത് അവിടെ ചെങ്ങാടം ഉപയോഗിച്ചാണ്, ആദിവാസി നഗരമാണ്, അവിടുത്തെ ആളുകൾ ഇപ്പുറം കടക്കാറ്. പക്ഷേ ആ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ ശക്തമാവുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലുണ്ടാകുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ. പക്ഷേ ജില്ലയിലാകെ ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു നിലവിലൊരു മഴക്കെടുതിയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ മലയോര മേഖലകളിൽ മഴ ശക്തമാകുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എല്ലായ്പ്പോഴും സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ചും നിലമ്പൂർ പോലുള്ള മേഖലകളിൽ, കാളികാവ് പോലുള്ള മേഖലകളിലെല്ലാം തന്നെ മഴ ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പുന്നമ്പുഴയിൽ ഈ ചെങ്ങാടം വഴിയുള്ള ഒരു ഇത്തരത്തിൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. രതീഷ്. അരുൺ അമൃതനാഥാണ് മലപ്പുറത്തെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.